ഇറാൻ അമേരിക്ക രണ്ടാം വട്ട സമാധാന ചർച്ച ഈ മാസം 29-30 തീയതികളിൽ സ്വിറ്റ്സർലൻഡിൽ നടക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ചർച്ചയിൽ ഉന്നത നേതാക്കൾ പങ്കെടുക്കില്ല. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിൽ വൻ വർധനയുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കടലിടുക്ക് കടന്ന കപ്പലുകളുടെ എണ്ണം ഇരട്ടിയായി എന്നാണ് പുതിയ റിപ്പോർട്ട്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, വെരി ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ പറഞ്ഞതുപോലെ ഇനിയും സ്വിറ്റ്സർലൻഡിൽ ഒരു ചർച്ച നടക്കുന്നു, മറ്റ് ചർച്ചകൾ നടന്നു. പക്ഷേ ഈ സമാധാന കരാറിലേക്ക് എത്രത്തോളം അകലം ഇനിയുമുണ്ട്? ഹഷ്മി, ക്രിസ്റ്റീന, രണ്ടാം ഘട്ട ചർച്ചകളാണ് ഇനിയും ആരംഭിക്കാൻ പോകുന്നത്. അത് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയാണ് ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിലാണ്. സാങ്കേതിക വിഷയങ്ങളിലുള്ള ചർച്ചകളാണ്. ആണവ വിഷയങ്ങളും അതുപോലെ മറ്റ് വിഷയങ്ങളുമൊക്കെ വരും. അതുകൊണ്ട് സാങ്കേതിക വിദഗ്ധരായിരിക്കും ഈ ചർച്ചകളിൽ പങ്കെടുക്കുക. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും ഒരു നിർണായക ചർച്ചകൾ തന്നെയാണ്. ഇതിൽ എത്രത്തോളം ഇറാന്റെ സാങ്കേതിക വിദഗ്ധരും അമേരിക്കയുടെ സാങ്കേതിക വിദഗ്ധരും നേരത്തെ നയതന്ത്ര തലത്തിൽ ധാരണയായതുമായിട്ട് അലൈൻ ചെയ്ത് പോകുമോ ഇല്ലയോ എന്ന് നോക്കും. പക്ഷെ നമുക്ക് ഏറെ സന്തോഷമുള്ള വാർത്ത, ഈ മറൈൻ ട്രാഫിക് ഡേറ്റ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഫെബ്രുവരി അവസാനത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കപ്പൽ ഗതാഗതമാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുറഞ്ഞത് ഒരു 34 കപ്പലുകളെങ്കിലും ഈ കടലിടുക്കിലൂടെ ഒമാൻ ഉൾക്കടലിലേക്ക് കടന്നുപോയിട്ടുണ്ട്. അതുപോലെ ഇതിൽ ഏതാണ്ട് 14 ടാങ്കറുകളും ഉൾപ്പെടുന്നുണ്ട്. 20ഓളം കാർഗോ കപ്പലുകൾ ഉൾപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ ഏതാണ്ട് 20 കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലേക്കും പ്രവേശിച്ചിട്ടുണ്ട്. യുദ്ധത്തിന് മുമ്പ് പ്രതിദിനം ഏതാണ്ട് ശരാശരി 110 കപ്പലുകളായിരുന്നു ഹോർമൂസ് കടലിടുക്കിലൂടെ പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയും തോറും ഈ കപ്പൽ ഗതാഗതം അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഇന്ത്യക്ക് നല്ലൊരു ശുഭവാർത്തയാണ്. അതേസമയം ഇറാനുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഉള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് US എണ്ണവില ഇടിഞ്ഞിട്ടുണ്ട്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിലും വലിയ ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 4 മാസത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ നിലയിലേക്കാണ് എണ്ണവില എത്തിയിരിക്കുന്നത്. US എണ്ണവിലയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് വെസ്റ്റ് ടെക്സാസിലെ ഇന്റർമീഡിയറ്റ് അഥവാ WTI ആണ്. അവരുടെ വിലപ്രകാരം 4.4% ഇടിഞ്ഞ ബാരലിന് $70 താഴെയായിട്ടുണ്ട്. ഏകദേശം 4 മാസം മുമ്പ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഈ WTI റേറ്റ് ഈ നിരക്കിലേക്ക് താഴുന്നത്. അതുപോലെ ആഗോള എണ്ണ മാനദണ്ഡമായ ബ്രെന്റ് ക്രൂഡ് വിലയും ബുധനാഴ്ച 4.6% താഴ്ന്ന് ഏതാണ്ട് ബാരലിന് $73.5 ഇതും യുദ്ധം തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. ഹാഷ്മി, കൃഷ്ണ. ചേട്ടാ, അവിടെ വെനിസ്വലയ്ക്ക് പുറമെ ജപ്പാനും US കാലിഫോർണിയയിലൊക്കെ ഭൂകമ്പം എന്ന് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 3 ഭൂകമ്പങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അങ്ങനെയാണെങ്കിൽ ആ ചെയിൻ വ്യാപിക്കാനിടയുണ്ടോ? ലക്ഷ്മി, നിലവിൽ ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ഇത് 3ഉം വളരെ യാദൃശ്ചികമാണ്. ഇത് തമ്മിൽ ബന്ധമില്ലെന്നാണ് പറയുന്നത്. കാലിഫോർണിയയിൽ 5.6 ആണ് ഈ മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോർത്തേൺ കാലിഫോർണിയയിലാണ് ഇത്. ഇന്ന് പ്രാദേശിക സമയം 8 മണിയോടുകൂടിയാണ് ഇത് ഈ ഭൂകമ്പം ഉണ്ടായതായിട്ട് പറയപ്പെടുന്നത്. ഏതാണ്ട് 7400ഓളം കുടുംബങ്ങൾ ഉണ്ട്. ബിസിനസ്സും വലിയ തോതിലുണ്ട്. പക്ഷെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ആളപായമോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മുന്നറിയിപ്പുകളും ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഹാഷ്മി, കൃഷ്ണ. ഓക്കെ, മധു കൊട്ടാരക്കരയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.